ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൻ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വാഴക്കൂമ്പ് കൊണ്ടുള്ള കട്ട്ലറ്റാണ്. വാഴക്കൂമ്പ്, വാഴപ്പൂവ്, വാഴക്കുടപ്പൻ എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. ഞങ്ങൾ വാഴക്കൂമ്പെന്നാണ് പറയുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ കുറച്ച് ദിവസങ്ങളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായതിനാലാണ് ഇടാഞ്ഞത്. ഇനി നമുക്ക് പഴയതുപോലെ തന്നെ കാണാമേ. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ വാഴക്കൂമ്പിന് വളരെയധികം ഗുണങ്ങളുള്ളതാണ്. സാധാരണയായി നമ്മൾ വാഴക്കൂമ്പ് കൊണ്ട് തോരൻ മാത്രമാണല്ലോ തയ്യാറാക്കുന്നത്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കട്ട്ലറ്റ് ഇതുകൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ബുദ്ധിമുട്ടി നമ്മൾ തയ്യാറാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ് ഈ കട്ട്ലറ്റിന്. വാഴക്കൂമ്പ് കൊണ്ടുള്ള തോരൻ കഴിക്കാത്ത കുട്ടികൾ പോലും നിങ്ങൾ ഈ രീതിയിലൊന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുത്ത് നോക്ക്. കുട്ടികൾ ചോദിച്ച് വാങ്ങി കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റിയാണ് ഈ വാഴക്കൂമ്പ് കൊണ്ടുള്ള കട്ട്ലറ്റ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. കട്ട്ലറ്റിനായിട്ട് ഞാൻ ഇതുപോലെ 2 വലിയ വാഴക്കൂമ്പും ഒരു ചെറിയ കൂമ്പും കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളിലുള്ള വെളുത്ത പോള കാണുന്നിടം വരെ പുറമേ ഉള്ള പോളകളെല്ലാം അടത്തിക്കളയണം. സാധാരണ നമ്മൾ തോരനെ ഇത്രയും അടത്തിക്കളയാറില്ല. പുറത്തെ കുറച്ച് പോളകൾ അടത്തിക്കളഞ്ഞിട്ട് കൊത്തി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യാറ്. അരിയുന്നതിന് മുമ്പ് കയ്യിലും കത്തിയിലും കറ പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി ഇത് നമുക്ക് തീരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. അതിനായിട്ട് കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് അരിഞ്ഞെടുക്കാം. തോരനൊക്കെ അരിഞ്ഞെടുക്കുന്നതിലും തീരെ നൈസായിട്ട് വേണം കട്ട്ലറ്റിനായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട്. കട്ട്ലറ്റിൻ്റെ ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് കൂമ്പിൻ്റെ പുറം ഭാഗം ഇത്രയും അടത്തിക്കളയുന്നത്. അരിഞ്ഞു വെച്ച കൂമ്പിലേക്ക് കറ ഇറങ്ങാതിരിക്കാനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഈ അരിഞ്ഞെടുത്ത കൂമ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് എന്തെല്ലാം ചെയ്യണമെന്ന് നോക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും ഒരു 12 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും ചേർത്ത് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇതുപോലെ ഒരു 1/4 ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ നല്ലവണ്ണം മൂത്ത് വരണമെന്നില്ല, ഒന്ന് വാടി വഴന്ന് വന്നാൽ മതി. സവാളയൊക്കെ ഇതുപോലെ ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ച ടേസ്റ്റ് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആകുന്നത് പോലെ ഇളക്കി കൊടുക്കാം. വാഴക്കൂമ്പ് വെന്ത് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് തട്ടിപ്പൊത്തി വെച്ച് ആവി കയറി വെന്ത് കിട്ടുന്നതിനായിട്ട് അടച്ചു വെക്കാം. 4-5 മിനിറ്റ് കൊണ്ട് വെള്ളമെല്ലാം പറ്റി വാഴക്കൂമ്പ് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വേവിച്ചെടുക്കണം, എന്നാൽ മാത്രമേ കട്ട്ലറ്റിന് ടേസ്റ്റ് കാണത്തുള്ളൂ. നല്ലതുപോലെ വെന്ത് വന്നില്ലെങ്കിൽ കട്ട്ലറ്റിന് കറ ചുവയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ലവണ്ണം വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടിക്ക് പകരം ചിക്കൻ മസാലയോ ബീഫ് മസാലയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 3 പൊട്ടറ്റോ പുഴുങ്ങി തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയതാണ്. ഇനി പൊട്ടറ്റോ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് ഉടച്ചു കൊടുക്കണം. ഉരുളക്കിഴങ്ങും വാഴക്കൂമ്പും കൂടെ നല്ലവണ്ണം മിക്സ് ആകുന്നത് പോലെ ഒന്ന് ഉടച്ച് ചേർക്കണം.
വാഴക്കൂമ്പും പൊട്ടറ്റോയും ഇതുപോലെ കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ മിക്സാക്കി എടുക്കണം. കട്ടകളൊന്നും തന്നെ ഇല്ലാതെ നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഈ സമയത്ത് ഇതിനാവശ്യമായ ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കട്ട്ലേറ്റിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി കുഴച്ച് കൊടുക്കുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മൈദ മാവ് കുറുകി പോകാതെ കുറച്ച് നല്ലവണ്ണം നീട്ടി വേണം കുഴച്ചെടുക്കാനായിട്ട്. മുട്ടയ്ക്ക് പകരമാണ് ഞാൻ മൈദപ്പൊടി എടുത്തിരിക്കുന്നത്. മൈദമാവിൽ മുക്കിയാണ് കട്ട്ലേറ്റ് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നല്ല ലൂസാക്കി വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. കുറുകിയിരിക്കുന്ന ബാറ്ററാണേൽ കട്ട്ലേറ്റിൻ്റെ പുറത്തെ കട്ടിക്ക് പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് നല്ലവണ്ണം നീട്ടിയെടുക്കണമെന്ന് പറയുന്നത്. ആവശ്യമായ ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് റെഡിയാക്കാം. അതിനായിട്ട് കുഴച്ച് വെച്ച വാഴക്കൂമ്പിൻ്റെ മിക്സിൽ നിന്നും ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ബോള് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്ത ബോളെ മറ്റേ കൈവെള്ളയിലേക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്ത് ഷേപ്പാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. നേരത്തെ നമ്മൾ കലക്കി വെച്ച മൈദയുടെ ബാറ്ററിലേക്ക് തയ്യാറാക്കിയെടുത്ത കട്ട്ലേറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. മൈദ ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുത്ത കട്ട്ലേറ്റ് ഇനി ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. ബ്രെഡ് ക്രംസ് നല്ലവണ്ണം കട്ട്ലേറ്റിൽ പൊതിഞ്ഞിരിക്കുന്നത് പോലെ റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാ കട്ട്ലേറ്റും ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ എല്ലാ കട്ട്ലേറ്റും മൈദയുടെ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരു ഫ്രൈയിങ് പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടായി വരുമ്പോൾ തയ്യാറാക്കിയ കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കട്ട്ലേറ്റ് എല്ലാം ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു വശം ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട്. പുറം ഭാഗം ഒന്ന് മൂത്ത് വന്നാൽ മതി. ഉൾവശമെല്ലാം വെന്തതായതുകൊണ്ട് കുഴപ്പമില്ല. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ടായിരിക്കണം കേട്ടോ. ഇങ്ങനെ 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ച് വിട്ട് കട്ട്ലേറ്റ് നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റണം. എണ്ണയിൽ നിന്നും കോരിയെടുക്കുന്ന ഭാഗം എൻ്റെ ഫോണിൽ നിന്നും മിസ്സായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. പക്ഷേ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു അടിപൊളി കട്ട്ലേറ്റാണ് ഇത്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.